PSC ക്രമക്കേട് വലിയ വിവാദമുണ്ടാക്കിയതാണ്. അവിടെ സംസ്ഥാന സർക്കാരും ചില സമാന്തര അന്വേഷണങ്ങൾ നടത്തുന്നു. റാങ്ക് പട്ടികയിലെ ചില ക്രമക്കേടുകൾ, ചില പട്ടിക പ്രസിദ്ധീകരിച്ച നീക്കങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ വലിയ ആക്ഷേപങ്ങളാണ് ഉണ്ടായത്. ഒടുവിൽ PSC ക്രമക്കേടിൽ ഗവർണറുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ലോക് ഭവൻ എങ്ങനെ ഇടപെടണമെന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിക്കഴിഞ്ഞു. ആക്ഷേപങ്ങളിൽ എങ്ങനെ ഇടപെടാനാകുമെന്നതാണ് ലോക് ഭവൻ പരിശോധിക്കുന്നത്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഗവർണർക്കും ലഭിച്ചത്. ആ പരാതികളിലാണ് ഇപ്പോൾ ഇടപെടൽ ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ലോക് ഭവന്റെ ഗവർണറുടെ ഇടപെടൽ ഫലം കാണുമോ, എങ്ങനെയാണെന്ന് നോക്കാം. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, PSCയിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിനും ഗവർണർക്കും ഒരുപക്ഷെ രാഷ്ട്രപതിക്ക് പോലും ചില പരിമിതികളുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC. എന്താണ് ഇപ്പോഴത്തെ ഗവർണറുടെ നീക്കം? രാഷ്ട്രപതിക്ക് ഇത് ശുപാർശ ചെയ്യാനോ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണോ? സഹിത സംസ്ഥാന PSC സംബന്ധിച്ച് നിരവധി പരാതികളാണ് ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നത് PSCയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിലാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം ഉയരുകയും അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഇതുൾപ്പെടെ നിരവധി പരാതികൾ ലോക് ഭവൻ ലഭിച്ചിട്ടുണ്ട്, ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട്. യുവമോർച്ചയുടെ നടപടി ആവശ്യപ്പെട്ടുള്ള യുവമോർച്ച സംസ്ഥാന നേതൃത്വത്തിന്റെ പരാതി അടക്കം നിരവധി പരാതികൾ ഗവർണർക്ക് മുന്നിലുണ്ട്. സർക്കാരിന്റെ അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നു. കൂടുതൽ പട്ടികകളിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണമുണ്ട്. അതിന്റെ തെളിവുകളും ദിവസങ്ങളിലൊക്കെ നേരത്തെയൊക്കെ പുറത്തു വന്നതാണ്. ഏതായാലും ഇപ്പോൾ ലോക് ഭവൻ ഇതിൽ വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC. അവിടെ ലോക് ഭവന് ഗവർണർക്ക് നേരിട്ട് ആ PSCയിൽ ക്രമക്കേട് ഉണ്ട് എന്ന സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് വന്നാലും, അന്വേഷണ റിപ്പോർട്ട് വന്നാലും പിരിച്ചുവിടാനോ നടപടികളോ കഴിയില്ല. ഭരണഘടനാ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അനുച്ഛേദം 317 പ്രകാരമാണ് നടപടിയെടുക്കേണ്ടത്. ഗവർണർക്ക് മുന്നുള്ള വഴികൾ പ്രധാനമായും രാഷ്ട്രപതിക്ക് ഇത് റഫർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായാണ് ഗവർണർ ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത്. തൻ്റെ കോൺസലിനോട് കഴിഞ്ഞ ഉപദേശം തേടിയിട്ടുണ്ട്. എന്തൊക്കെ നടപടി സർക്കാരിന് ഗവർണർക്ക് സ്വീകരിക്കാമെന്ന കാര്യമാണ് അദ്ദേഹം ആരാഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും. ഗവർണർ ചെയ്യേണ്ടത് ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. ഗവർണർ റിപ്പോർട്ട് ലഭിച്ചാൽ രാഷ്ട്രപതി അത് സുപ്രീം കോടതിക്ക് റഫർ ചെയ്യണം. സുപ്രീം കോടതി അവിടെ അന്വേഷണം നടത്തും. സുപ്രീം കോടതി അന്വേഷണം പ്രഖ്യാപിച്ചാൽ തന്നെ ഗവർണർക്ക് അപ്പോൾ വീണ്ടും ഇടപെടാം. ഗവർണർക്ക് ആ ഘട്ടത്തിൽ ഈ PSC ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ സസ്പെൻഡ് ചെയ്യാം. അപ്പോഴും പൂർണ്ണമായി പിരിച്ചുവിടൽ നടപടി കടക്കാൻ കഴിയില്ല. സുപ്രീം കോടതി അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്, തെറ്റ് സംഭവിച്ചെന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും പിന്നീട് PSC പിരിച്ചുവിടൽ നടപടിയിലേക്ക് കടക്കുക. ആ ഘട്ടത്തിൽ മാത്രമാണ് ഗവർണർക്ക് പിന്നീട് ഇടപെടാൻ കഴിയുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് എല്ലാ സംരക്ഷണവും PSCക്കുണ്ട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളിൽ ലോക് ഭവന് തൃപ്തിയില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണവും മറ്റന്വേഷണങ്ങളും ഈ രീതിയിലല്ല മുന്നോട്ട് പോകേണ്ട നിലപാട് ലോക് ഭവനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് മറ്റു തരത്തിലേക്ക് അന്വേഷണത്തിലുള്ള സാധ്യതകൾ, ഇത് പിരിച്ചുവിടുന്നതിൻ്റെ നടപടിക്രമങ്ങളടക്കം ലോക് ഭവൻ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നിയമോപദേശം തേടിയിരിക്കുന്നത്. അത് വൈകാതെ ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കും. PSC ചെയർമാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒന്ന് ഗവർണർക്കും അതുപോലെ മുഖ്യമന്ത്രിക്കുമാണ്. ഏതായാലും സർക്കാർ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അത് കടന്നുള്ള നടപടികൾ വേണമോ എന്ന കാര്യത്തിലാണ് പ്രധാനമായും ലോക് ഭവൻ ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം ലോക് ഭവൻ്റെ തുടർ നടപടി ഉണ്ടാകും. പിരിച്ചുവിടലടക്കം പരിഗണനയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഉണ്ടാവുന്നത്. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ PSCക്ക് സർക്കാരിന് എത്ര കണ്ട് ഇടപെടാനാകുമെന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭരണഘടനാ സ്ഥാപനമാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ കൃത്യമായ വിവക്ഷ PSCയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ട്. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ല. ഗവർണറാണ് നിയമനാധികാരി. പക്ഷേ ഗവർണർക്കും ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട് എന്നതാണ് വസ്തുത. കാരണം ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് ഗവർണർക്ക് ചെയ്യാനാവുക എന്ന കാര്യം കൂടി നമുക്ക് ഒന്ന് നോക്കാം. അതായത് ഗവർണർക്കും ഉള്ള പരിമിതികൾ നിരവധിയാണ്. ഇതിൽ ഗവർണർക്ക് ചെയ്യാനാവുന്ന കാര്യം നിലവിലുള്ള സാഹചര്യം സംബന്ധിച്ച് ഒരു പരിശോധന നടത്തുക എന്നതാണ്. അതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായി രാഷ്ട്രപതിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയും എന്നതാണ്. അതിനുശേഷം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാവാം രാഷ്ട്രപതിക്ക് തുടർ നീക്കത്തിലേക്ക് പോകേണ്ടി വരിക. പക്ഷേ രാഷ്ട്രപതിക്കും തീരുമാനമെടുക്കണമെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു സമിതിയുടെ അന്വേഷണം വേണ്ടിവരും. എന്തൊക്കെയാണ് ഗവർണർക്ക് ഇതിൽ ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നതൊക്കെ കൂടി നമുക്കൊന്ന് നോക്കാം. ഗവർണർക്ക് ഇതിൽ എന്തൊക്കെ പരിമിതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പരിമിതി നമുക്ക് ഒന്ന്, ഈ PSC ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്.
യെസ്, ഇപ്പോൾ ഗവർണർ നടത്തിയിരിക്കുന്ന നീക്കം ഇതാണ്. നിലവിലെ അഴിമതി ആരോപണത്തിൽ അന്വേഷണം നിയമോപദേശം തേടിയിരിക്കുകയാണ്. നിലവിൽ ഈ ദൈനംദിന നടത്തിപ്പിലോ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലോ ഒന്നും കോടതിക്ക് ഗവർണർക്ക് ഇടപെടാൻ സാധിക്കില്ല. സുപ്രീം കോടതി നിയോഗിക്കുന്ന ഒരു സമിതി കണ്ടെത്തിയാൽ സുപ്രീം കോടതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗവർണർക്ക് ഇതിൽ തുടർ നീക്കങ്ങൾ സാധ്യമാകൂ എന്ന വെല്ലുവിളി കൂടിയുണ്ട്. അപ്പോൾ PSC എന്നൊരു പ്രത്യേക ഭരണഘടനാ സ്ഥാപനമാണ്. അതിൻ്റെ പ്രവർത്തനത്തിലുണ്ടാവുന്ന ഇടപെടൽ പരിമിതികളാണ് പ്രധാനപ്പെട്ടമായും ഉണ്ടാകുന്ന വെല്ലുവിളി. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആക്ഷേപങ്ങളിൽ ഉണ്ടാകുന്ന തുടർ നീക്കമാണ് എന്ത് എന്നതാണ് നമുക്ക് അറിയാനാവുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.